അമ്പോ വെടിപ്പ് തന്നെ. ആയിരക്കണക്കിന് MLA-മാരുടെ പാദസ്പർശം പതിഞ്ഞ നിയമസഭയെ നിനക്കെന്റെ വന്ദനം. ഒരു ടൈൽസ് പണിക്കാരനായതുകൊണ്ട് ആ പണി ചെയ്യാനെങ്കിലും ഇവിടെ വരാൻ പറ്റില്ല. ദൈവമേ ഭാഗ്യം. എടാ അമ്പളിക്കുട്ടാ, ഇവിടെ പ്ലാഞ്ചി നിൽക്കാണ്. ഇത് നിയമസഭയാണ്, നിനക്ക് എൻട്രി മ്യൂസിക് ആരുമില്ല. കാര്യം വാ. അയ്യോ, എന്താണെന്ന് മനസ്സിലായ? നഗരസഭ. നഗരസഭ അതിന്റെ കൗണ്ടർ വല്ലതും ഉണ്ടോ? ഇല്ലല്ല. അപ്പൊ നിയമസഭ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറയാം. ഇവിടെ ഇതാണ് ഇവിടുത്തെ പണി. 3-4 ടൈൽസ് ഇടാനുണ്ട്. അപ്പൊ അത്യാവശ്യം പോയിട്ട് ഈ സിമന്റും കാര്യങ്ങളെല്ലാം ഒന്ന് കൂട്ടിക്കൊണ്ട് വാ. ഇവിടെ കാണാൻ പിന്നെ ഇവിടെ ചിത്രപ്പണികൾ കണ്ടാണ്. ചിത്രപ്പണിയൊന്നും അല്ലത്. മന്ത്രിമാര് തങ്ങളെ അടികൂടിയിട്ട് ദേശത്തിന് തള്ളിപ്പറിക്കുന്നതാണ് അവിടെ. നമുക്കൊരു കാര്യം ചെയ്യാം, പെയിന്റിംഗ് പണി അവിടെ നിന്ന് പിടിച്ചാലാ? Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. പെയിന്റിംഗ് പണി പിടിക്കാം. വൃത്തിയായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ പണി കിട്ടും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏത് പെയിന്റ് എടുത്താൽ കുറച്ചാൾ ലാസ്റ്റ് ചെയ്യും? നല്ല പെയിന്റ് എടുക്കണം. മലേഷ്യൻ പെയിന്റ് ലാസ്റ്റ് ചെയ്യോ? അതറിഞ്ഞൂടാ. അത് കൊണ്ടുവന്ന് വെള്ള ബക്കറ്റ് 15 വർഷം കൊണ്ടിട്ട് കക്കൂസി ഇരിപ്പുണ്ട്. അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ പെയിന്റ് എടുക്കാം. വരാൻ താമസിച്ച് എന്താണ് അതെന്തോന്നു? ഗ്യാസ് കയറിയത്. എടാ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറും. ഗ്യാസ് ഇല്ലാത്തവനാണ് ആഹാരം കഴിക്കാത്തത്. എന്റെ വീട്ടിൽ ഇത് തന്നെ അവസ്ഥ. ഗ്യാസും ഇല്ല, മണ്ണെണ്ണയും ഇല്ല. മണ്ണെണ്ണയില്ലേ? വീട്ടിൽ എണ്ണ ഉണ്ടാ? എണ്ണയുണ്ട്. എടുത്ത് മണ്ണിൽ ഒഴിച്ചാ പോരെ, മണ്ണെണ്ണയായി. ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്ന മാതൃകയാണ് അമ്പളിക്കുട്ടൻ. എന്താന്ന് പറയും? ഒരിക്കലും ആ കഴുതയെ പോലെ ആവല്ലത്. അണിയാനും അറിയത്തില്ല. നിന്നെ കൊണ്ട് എന്തിനെ കൊള്ളാടാ? ഇത്രയും പ്രായമായില്ലടാ, പ്രായം കൂടി വരെയല്ലേ. നീ ഒരു കാര്യം, ഒരു കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചാൽ പ്രായം കുറയൂ? എടാ കല്യാണം കഴിച്ചാൽ നിനക്ക് ഉത്തരവാദിത്ത ബോധമൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് 3 കല്യാണം കഴിക്കണം. അതിന് 3 എണ്ണം. ഈ കുട്ടികളില്ലാതെ പൂട്ടാൻ പോകുന്ന അംഗൻവാടികൾക്ക് എന്റെ വകയൊരു കൈസഹായം. ഇഷ്ടം തന്നെ. പണിക്കേക്കണ്. പിന്നെ വിളി. ആരെണ്ണ? ഭാര്യ. ഇതെങ്ങനെ പാട്ടിട്ടേക്കുന്നത്? ആര് വിളിച്ചാലും അവർക്ക് പറ്റിയ റിംഗ്ടൂണാണ് ഇട്ടേക്കുന്നത്. എനിക്ക് അതാണ് ഇട്ടേക്കുന്നത്. മരം ചാടി നടന്നൊരു കുരങ്ങച്ചൻ മനുഷ്യന്റെ കുപ്പായമണിഞ്ഞു. നല്ല പാട്ട്. നല്ല പാട്ടെന്നെ. കിഴങ്ങ് ബുദ്ധി തന്നെയാ നിനക്ക് അമ്പളിക്കുട്ടാ. പിന്നെ സംഭവം ഇന്നലെ ചെറിയൊരു വിഷയം ഉണ്ടായി. ഞാനും ഭാര്യയും തമ്മിൽ വൈകുന്നേരം TV കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനും ഭാര്യയും കൂടെ ഒരു ചെറിയ ഗെയിം കളിച്ചു. അപ്പൊ അവളും TV കണ്ടോണ്ടിരിക്കുമ്പോ ഞാൻ ചോദിച്ചു, ഞാൻ ശരി അഥവാ വീണ്ടും നിനക്ക് കല്യാണം കഴിക്കാൻ ഒരു അവസരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ആരെ കല്യാണം കഴിക്കാനാണ് ആഗ്രഹം? ഞാൻ വിചാരിച്ച എന്റെ പേര് പറയുന്നു. ദുൽഖർ, ഹൃത്തിക് റോഷൻ, ഷാറൂഖ് ഖാൻ, പിന്നെ സൂര്യ, വിജയ്, ഇങ്ങനെയൊക്കെ പറഞ്ഞോടാ. അവള് ചോദിച്ചു ചേട്ടൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചേട്ടൻ ആരെ കെട്ടണമെന്ന്. ഞാൻ പറഞ്ഞു നിന്റെ കൂട്ടുകാരി മീൻ വിൽക്കണ ചേച്ചി ബിവറേജിൽ വിറ്റടിക്കണ പെണ്ണ്. എന്നിട്ട് നമ്മൾ രാവിലെ പണ്ട് പല്ലിയൊക്കെ ഇറങ്ങുമ്പോഴത്തെ ഈർക്കിൽ ഇങ്ങനെ ചെവി വെക്കൂലേ, അതേപോലെ ടിവിയുടെ പിക്ചർ ട്യൂബിന്റെ കാര്യം നിന്നാണ് കിട്ടിയത്. സോൾവ് വേണ്ടിയാണ് വിളിച്ചത്. പാട്ട് കുഴപ്പമില്ല. പിന്നെ ഈ ടൈലൊക്കെ നോക്കണേ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നേരത്തെ പോവേണ്ടതാണ്. ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് ആഹാരം കൊണ്ടുവന്നിട്ടില്ല. ജോലികള് ആഹാരം കൊണ്ടുവന്നില്ലടാ, ഗ്യാസ് ഇല്ലാത്തോണ്ടേ. നീ ഇടയ്ക്ക് എന്റെ വീട്ടിലോട്ട് ഇറങ്ങാത്ത അമ്പളിക്കുട്ടാ. അണ്ണാ എന്റെ കാര്യമൊക്കെ അറിയാല്ലേ. എന്നെ ആരും വീട്ടിലൊന്നും കയറ്റൂല. ഞാൻ എവിടെ ചെന്നാലും പറയും ഞാൻ ശല്യം. അമ്പളിക്കുട്ടൻ കൊള്ളരാത്തവനാണ് അണ്ണ. അമ്പളിക്കുട്ട അങ്ങനെ പറയാടോ, എന്നെ കൂടെ വിശ്വസിക്കാതെ. 10 വർഷത്തെ പരിചയമില്ല എനിക്ക്. ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എന്റെ അമ്പളിക്കൂട്ടം കൊള്ളരുതാത്തവനല്ല, പക്കാ ഫ്രോഡ്. അണി കഴിയാൻ അറിഞ്ഞടാ, ഒരു കാര്യം ചെയ്യത്തില്ല. അതിന് അളവെടുക്കണം കേട്ടോ എല്ലാം. പിന്നെ എന്തായാലും ഇലക്ഷന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാലേ ഇവിടെ മൊത്തം മന്ത്രിമാരെ കൊണ്ടൊക്കെ നിറയും. ഞാൻ ഇപ്രാവശ്യം വോട്ടിടാനൊന്നും പോയില്ല. വോട്ടിടാൻ പോകാത്ത? എന്റെ പാർട്ടി ഇല്ലായിരുന്നു. നിനക്ക് പാർട്ടി ഉണ്ടാ? എനിക്ക് പാർട്ടി ഉണ്ട്. അതേത് പാർട്ടി? എല്ലാരും പറയുമല്ലോ എന്നെ കാണുമ്പോ, നീ ബെസ്റ്റ് പാർട്ടി തന്നെ. എന്തെങ്കിലും ജോലി ചെയ്തെങ്കിലും ജീവിക്കണ്ടടാ മനുഷ്യന്. അല്പം കോമൺ സെൻസ്, ബുദ്ധിയൊക്കെ വേണം. ബുദ്ധിയൊക്കെ ഉണ്ട് നിനക്ക്. ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യരുത് കേട്ടാ. പിന്നെ ഇതിന്റെ അളവെടുക്കേണ്ട സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? പണി സാധനം കൊണ്ടാ? എല്ലാം ഉണ്ടല്ലോ. ഞാൻ ഉച്ചയ്ക്ക് ആഹാരം കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. എനിക്ക് ആഹാരം വാങ്ങിച്ചു തരണം നീ കടയിൽ പോയിട്ട്. എവിടുന്ന്? ആ ഹോട്ടലിൽ നിന്ന്, ജംഗ്ഷനിൽ. ഞാൻ പോകത്തൊന്നുമില്ല ഹോട്ടലിലൊന്നും. അതെന്താ ഹോട്ടലിൽ പോയാ? ഞാൻ പോവില്ല. അവിടെ എടേ പോവോ? നീ പോവില്ലെന്ന് പറഞ്ഞില്ലേ? പൈസ തരാം, പോണുണ്ടാ?
പൈസ വേണ്ട, ഫ്രീ ആയിട്ട് തരാം. ബ്ലൂടൂത്ത് ഓൺ ചെയ്യും. ഉണ്ടാന്നാ എടാ പോകുന്നുണ്ടോന്നാണ് ചോദിച്ചത്. പോകുന്നുണ്ടോ? അങ്ങനെ ഞാൻ വേറെ കറക്റ്റ് ആയിട്ട് പറയണം. ആ. അല്ലെങ്കിൽ എനിക്ക് മറ്റേ കൺഫെഷൻ അടിക്കും. കൺഫെഷനാ? ഡൗട്ട്, കൺഫ്യൂഷൻ. അതടിക്കും. ഇംഗ്ലീഷ് അറിഞ്ഞു തുടങ്ങി പറയാൻ നിൽക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അങ്ങ് അറിയാം. എനിക്ക് നിന്നെക്കാൾ ഇംഗ്ലീഷ് ഒക്കെ അറിയാം. അയ്യോ, എത്ര വർഷമായിട്ട് ഞാൻ ഈ പണിക്ക് പോകണം, എനിക്ക് ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് അറിയാം. ബേബി മേശരി ആണോ? ആ, അയ്യോ, ഇംഗ്ലീഷ് അങ്ങ് ഇപ്പൊ പറഞ്ഞങ്ങ് ഈ മറിക്കും. ബേബി മേശരിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ അറിയാം. എന്ന് പറഞ്ഞാണ്. ആ, പറഞ്ഞുതരാം. നീ അവിടെ നില്ല്. ആ. ഞാൻ നിന്നെ ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് വാടാന്ന് വിളിക്കട്ടാ. ആ. കമോൺ. ഓ യാ ബേബി മേശരി. അത്യാവശ്യം അറിയാം. അറിയാം. ശരി, പെട്ടെന്നൊക്കെ പണിയൊക്കെ ചെയ്യണം. അടുത്ത ആഴ്ച പണി ആരെങ്കിലും കൂടെ പോണം കേട്ടോ. നീ എന്ത്? ഞാൻ കാണില്ല. എവിടെ പോകുന്നു? എനിക്ക് പാലക്കാട് വരെ പോണം. എന്തിന്? ചേച്ചിയുടെ മോക്ക് ചെറിയൊരു ആലോചനയുടെ. അവൾ അവിടെ നിന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ അവക്കൊരു ആലോചന വന്നെന്ന്. ഓ അങ്ങനെ. എവിടെ നിന്നായിരിക്കും ആലോചന വന്നെങ്കിൽ തലച്ചോറിന്നായിരിക്കും. അല്ല, ശരീരത്തിന്റെ ഒരു അവയവത്തിൽ നിന്ന് ആലോചന വരൂല. അല്ലടാ പറഞ്ഞത്, ഒരു കല്യാണ ആലോചന വന്നെന്ന്. അങ്ങനെ പയ്യന്റെ ഫോട്ടോ കാണിച്ചപ്പോ തന്നെ എല്ലാരും പറഞ്ഞു ഹാൻസം കൈ. കെട്ടിച്ചു കൊടുക്കരുത്. എന്ത്? ഇന്ന് അവന്റെ കയ്യിൽ ഹാൻഡ്സ് കാണും, നാളെ ആൽക്കഹോൾ ആവും, പിന്നെ ബ്രൗൺ ഷുഗർ ആവും. അങ്ങനെ മുളയിലേ നുള്ളണോ അതൊക്കെ. എടാ, നല്ല പയ്യനൊന്ന്. അങ്ങനെയാ? ആ, കല്ലി പോയാ പറ്റും. പക്ഷെ ഞാൻ നോക്കി ട്രെയിൻ ടിക്കറ്റ് ഒന്നും കിട്ടുന്നില്ലടേ. പിന്നെ ഭയങ്കര തിരക്ക്. എങ്ങനെ പോയാൽ എന്നെ കൊണ്ട് പറ്റൂല. അത് മറ്റേ ഇത് ചെയ്താ പോരാ. ആദ്യമേ ഏത്? മറ്റേ ഋതിക് റോഷൻ ചെയ്യണം. എന്നുവെച്ചാ സീറ്റ് കിട്ടും. ഋതിക് റോഷൻ റിസർവേഷൻ. ആ, അത് തന്നെ, അത് തന്നെ. പറയല്ലേ ജോലി. പിന്നെ ആ. ഇവിടെ അളവെടുക്കുന്ന മീറ്റർ കൊണ്ടുവന്നായിരുന്ന മീറ്റർ ഞാൻ വാടക കൊടുത്തേക്കുന്നു. ഈ ടൈൽസിന്റെ അളവെടുക്കുന്ന മീറ്ററാ? ആ. അത് ആർക്ക് വാടക കൊടുത്തു? മറ്റേ കോമഡി മാസ്റ്റേഴ്സിലെ കുട്ടി അഖിലിന്. അതൊന്നില്ല. അവ അടിക്കുന്ന കൗണ്ടർ ഒന്നും മീറ്റർ അല്ലെന്ന്. പരമ കഷ്ടമേ. ആ ലാഡറെങ്കിലും പോയി എടുത്തോണ്ടാ. ലാഡർ അവന് കൊടുത്ത്. ലാഡർ തന്നെ അവന് കൊടുത്തത്. അവ അടിച്ചിട്ട് കൗണ്ടർ കയറുന്നില്ല. അതിന്റെ മേളിൽ കയറി മീറ്ററിൽ അടിക്കട്ടെ. കയറി അടിക്കട്ടെ. കാഞ്ചി പ്ലാഞ്ചി നിൽക്കാതെ പണിയൊക്കെ ചെയ്യണം. അവിടെ അളവെടുക്കാനുള്ളതാണ്. മീറ്ററും കൊണ്ട് കളഞ്ഞിട്ട് വന്ന് നിൽക്കുന്നു. ബാക്കി എന്തൊക്കെ പണിയാണെന്തോ. പുറത്ത് ബാത്റൂമിന്റെ പണി എന്തെങ്കിലും ഉണ്ടാ? കാമുകൻ പുറത്ത് വീണു, സ്ത്രീ മരിച്ചു. എവിടെ? കാമുക വീണു, സ്ത്രീ മരിച്ചു. വായിക്കാൻ പറ്റും. റിട്ടയർഡ് പ്രൊഫസർ ഗംഗാധരൻ മാഷ് അന്തരിച്ചു. ദുഃഖത്തോടെ മക്കൾ അനീഷ്, കണ്ണൻ, ബിനു, അഖിൽ, അരുൺ, റാണി, ലക്ഷ്മി, സുരഭി, ലീല. ഇയാൾ എപ്പോ പഠിപ്പിക്കാൻ പോയത്? ആ, വേറൊരു പരിചയം. ഇത് വിളിക്കണേ. പെട്ടെന്ന് പണി. നിങ്ങളെ പരസ്യം കണ്ടിട്ട് വിളിക്കാം ഞാൻ. ആ, ഇതിനകത്ത് പറയുന്ന 2 അസുഖം എനിക്കുണ്ട്. ആ, ശരീരത്തിന് ബലഹീനതയുണ്ട്, പിന്നെ രാത്രി കിടന്ന് ഉറങ്ങുമ്പം സമയക്കുറവുണ്ട്, പെട്ടെന്ന് നേരം എടുത്തു തോന്നുന്നു. ആ, നീ ഉദ്ദേശിച്ച പരസ്യമല്ലത്. വിലക്കുറവിന് സമയക്കുറവിന് പോരാണോ? അതെനിക്കുണ്ടെന്ന്. പത്രം എടുത്ത് മാറ്റി വായിക്കണ്ട. അണ്ണി കണ്ടത് എല്ലാം ഫോൺ എടുത്ത് വിളി വിളി. അവിടെ അളവെടുത്ത് ഇപ്പൊ കിട്ടണം. അളവ് 4 ഇഞ്ച് വെറ്റല് വാരിയിടണം കേട്ടോ. എന്ന് വേണം. ഇത്രയും ചെറുതായിരുന്ന ചുറ്റി എവിടെ? 3 കൂട്ട സിമന്റ് വെല്ലം കേട്ടോ. മണ്ണിന്റെ കൂടെ ആ മണല് വന്നിട്ടുണ്ടോ എന്ന്. ലോഡ് ഇതേ ചേരുന്നില്ല, ചെറുതായി പോന്നു. എങ്ങനെയാണ് നീ അളവെടുത്തത്? കൈ വെച്ച്. എടാ, ഒരു ഈർക്കല നൂല കൊണ്ട് അളവെടുക്കാൻ മൊത്തം പൊട്ടിച്ചല്ലടാ നീ. എനിക്ക് അറിഞ്ഞൂടാ. നിന്നെ ഒരു പണിക്ക് കൊണ്ടുപോകാൻ കൊള്ളൂല. എവിടെ കൊണ്ടുപോകും നിന്റെ പണിക്ക്? ഒരു പണിക്ക് കൊണ്ടുപോകാൻ കൊള്ളൂല. കഷ്ടം തന്നെ. എവിടെ കൊണ്ടുപോയിരുന്നാലും ഇത് തന്നെ. എനിക്ക് എന്തെങ്കിലും ദ്രോഹം നീ ചെയ്യും. സത്യം പറഞ്ഞ ഞാനിത് ഇനി അനുവദിക്കില്ല. ഞാൻ കാര്യം പറയട്ടാ. എന്റെ ഇങ്ങനെ നിങ്ങൾ ഇന്ന് പറഞ്ഞപ്പോഴേ ഇതിന്റെ അകത്ത് നിന്ന് പറഞ്ഞ കറക്റ്റ് ഒരു മന്ത്രിയുടെ പവർ. നീ പോടാ. നിന്റെ മന്ത്രിയുടെ പവർ ഉണ്ടെന്ന്. നീ പോ. നീ പണിയാ നോക്ക്. സത്യത്തില് കേരളത്തില് ഉണ്ട്. എനിക്ക് ചെറുതായിട്ട് തോന്നുന്നു. ഉണ്ട്, സത്യമായിട്ടുണ്ട്. നമസ്കാരം മന്ത്രി. അപ്പൊ ഞാൻ പ്രതിപക്ഷ നേതാവ്. ആവോ. നമുക്ക് നോക്കാം. രാത്രി കറണ്ട് പോകുന്നു. 11 മണിക്ക് കറണ്ട് പോകുന്നു. ജനങ്ങൾ ചൂടത്ത് കിടന്ന് വലയുന്നു. അതിനെന്താണ് ഇവിടെ തീരുമാനം? അതിന് ഒരു പരിഹാരം കാണാം. അത് പറയാൻ നിങ്ങൾ ആരാണ്? നിങ്ങൾ വിരട്ടലും വിലപേശലും ഇവിടെ നടക്കില്ല. അതൊക്കെ പുറത്ത് കടക്ക് പുറത്ത്. അതിനെല്ലാം ഒരു പരിഹാരം ഞാൻ കണ്ടിരിക്കും. എന്താണ് എന്താണ് പരിഹാരം? ഞാൻ അത് പുറത്ത് ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മള് ഇലക്ട്രിസിറ്റി കടം വാങ്ങും. അതങ്ങനെ വാക്കാല് പറഞ്ഞിട്ട് കാര്യമില്ല. എഴുതി തരണം. എഴുതി ഒപ്പിട്ട് തരണം. ഒപ്പിട്ട് തരും. എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. ഞാൻ എഴുതി ഒപ്പിട്ട് തരും. ഒപ്പിട്ട് വയ്ക്കാം. അന്യ സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവരും. ഒരു 3000 വാട്ട്സ് കറണ്ട്. ഒപ്പ്. ഓക്കെ. ഇനി അടുത്തത്. ഇനി എന്താണ്? ആർക്കാണ് പറയാനുള്ളത്? വീട് കൊടുക്കാനുള്ളവർക്ക് വീട് കൊടുത്തിട്ടില്ല ഇതുവരെ. അതിനെ കുറിച്ച് എന്താണ് മന്ത്രിക്ക് പറയാനുള്ളത്? വീട് കൊടുക്കും. നേരത്തെ ഞങ്ങൾ പറഞ്ഞായിരുന്നു. അതായത് ഒരു 3000 കോടി രൂപ പദ്ധതിയായിരുന്നു. അതൊരു 90,000 കോടിക്ക് ഒരു 500 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കും. എഴുതി ഒപ്പിട്ട് തരാം. 500 കുടുംബങ്ങൾക്ക് 90,000 കോടി.
അടിപൊളി തന്നെ കേട്ടോ. ആ, കൊള്ളാം. കൊള്ളാടെ. ഇതെന്താണ് കുഴപ്പം? ഇനി പ്രതിപക്ഷത്തിന്റെ മറ്റൊരു തീരുമാനം. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? എങ്ങനെ പറഞ്ഞത്? അവിടെ സംസാരിക്കുമ്പോ ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. ആ അപ്പൊ ഇതെന്താണ് പറയാനുള്ളത്? നമ്മളെ കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി ആ, കലണ്ടറിലെ എല്ലാ കറുപ്പ് അക്ഷരങ്ങളും ചുവപ്പാക്കണം. അത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണ്. അത് ഞാൻ ചെയ്തു തരാം. അതും ചെയ്യാം. മൊത്തം മാറ്റി. ഓക്കെ. ഇനി വേറെന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഇനി എന്ന് വെച്ചാല് ആരോഗ്യപരമായ ഒരു കേരളം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരോഗ്യത്തിന്റെ കാര്യമൊന്നും കൂടുതൽ പറയണ്ട. എന്താണ് പ്രശ്നം? കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ എലി വരുണ്ട്. എലി ആണോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും ഓരോ 3 പൂച്ചകളെ വെച്ച് കൊടുക്കാം. പൂച്ചകളാം ആശുപത്രി കൊണ്ട് പൂച്ചയിടാൻ പറ്റും. എന്നാ പിന്നെ ആശുപത്രികളിൽ തന്നെ പാമ്പുണ്ടല്ലോ, അത് പിടിച്ചു തന്നോളും. അതാണ് എന്റെ കാര്യം. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കേണ്ട കാര്യമില്ല. അത് ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി റോഡ് വികസനം, അതിന്റെ കാര്യം പറ. റോഡ് വികസനം ഒരു 9,000 കോടിയുടെ പദ്ധതിയായിരുന്നു. അത് മിക്കവാറും ഒരു 90,000 കോടിക്ക് ചുടിയാക്കാം. എവിടെ മുതൽ എവിടെ വരെ? അത് കാസർഗോഡ് മുതൽ നേരെ ദുബായ് വരെ. അത് ഒരാൾക്കാരും ഇവിടെ കിടന്ന് കഷ്ടപ്പെടണ്ട. ദുബായ് പോയി രക്ഷപ്പെട്ട് നല്ല രസമുണ്ടല്ലേ? ഇത് സംഭവം കൊള്ളാം കേട്ടാ. അവരൊക്കെ ഇവിടെ ഇങ്ങനെ ആയിരിക്കും അല്ലേ പറയണേ? ഭയങ്കര രസമായിരിക്കും. എന്താണ് അങ്ങനെ പറഞ്ഞത്? ആരാണ് സംസാരിക്കുന്നത്? അയ്യോ സാറേ, പറയണ സാറേ. ശരി, അവിടെ പണിക്ക് വന്നു സാറേ. 2 പേരുണ്ട് പണിക്ക്. അല്ല, അയ്യോ 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 സാറേ, അങ്ങനെയല്ല. അയ്യോ ശരി സാറേ, ശരി. ശരി സാറേ, ശരി ശരി. നമസ്കാരം. എന്ത് പണി സാധനങ്ങളെ പെട്ടെന്ന് എടു. പണി കഴിഞ്ഞാ ഇവിടുത്തെ? ഇല്ല, നാളെ തൊട്ട് നമുക്ക് പൂജപ്പുരയാണ് പണി. പൂജപ്പുര എവിടാ? സെൻട്രൽ ജയിലിൽ. എന്തൊരു പണി? അവിടെ ചെടി അണിക്കണം, ചപ്പാത്തി വരത്തണം, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളല്ലേ ജയിൽ പുള്ളികളല്ലേ ചെയ്യാനുള്ളത്? നമ്മള് പിന്നെ ആരായിട്ടാണ് പോണത്? ജയിൽ പുള്ളികളായിട്ട് തന്നെടാ. എടാ, ആവശ്യമില്ലായിരുന്നു. ഈ ഫയലിലൊക്കെ ഇരുന്ന് ഒപ്പിട്ടില്ലേ? അതിവിടെ അവർ കണ്ട്. എങ്ങനെ കണ്ടെന്നാ? ഒരു സാധനം ഇരിക്കുന്നുണ്ടാ? ബൾബിന്റെ ഓൾഡറാ? ബൾബിന്റെ ഓർഡർ CCTV ക്യാമറ. അതുവഴി അവര് കണ്ടു. നീയല്ലേ എന്റെ കൂട്ടുപ്രതി? നീയല്ലേ എടുത്തോണ്ട് വന്നത്? നിന്റെ പേര് പറയും. ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. നിങ്ങളോടല്ലേ പണിക്ക് വരുന്നത്? ശമ്പളമൊന്നും കിട്ടാറില്ലല്ലേ? ജയിലിലാകുമ്പോ ഇപ്പൊ നല്ല ശമ്പളമുണ്ട്, നല്ല ചാപ്പാടുണ്ട്, കിടക്കാനും സ്ഥലമുണ്ട്. കാര്യം ശരി തന്നെ. എന്തായാലും വിട്ടുപോയില്ലേ? അത് പിന്നെ കേരളത്തില് ഒരു കാര്യം പറഞ്ഞു വേണ്ട. എടുത്തോണ്ട് വാ. അതല്ലെന്ന് എന്റെ മറ്റേ സംഭവം ഇട്ടില്ല. ഇതും കൂടെ കേട്ടതേ.